സോണിയ തിലകൻ ഇപ്പം ഒരുപക്ഷെ ഇപ്പൊ ഇവരെയൊക്കെ പറയുന്ന താങ്കളുടെ അടുത്തിരുന്ന് ഈ രണ്ടുപേരും രേവതി സമ്പത്താണെങ്കിലും ശരി സോണിയ മൽഹാർ ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേൾക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന്, ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ധൈര്യത്തോടെ തുറന്ന് പറഞ്ഞത് ആദ്യം താങ്കളുടെ അച്ഛനാണ്. അത് കഴിഞ്ഞ് ഞാനാണ്. അതെ അതെ, അച്ഛൻ അന്ന് പറയുമ്പോൾ ഈ ഇതിനകത്ത് മാഫിയ സംഘമുണ്ട്, ഫാൻസ് അസോസിയേഷനെ വെച്ച് ഗുണ്ടായിസം കാണിക്കുന്നു, അതുപോലെ ഈ സംഘടന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കോടാലിയാണ്, പിന്നെ മാഫിയയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്ന് വളരെ 15 വർഷം മുൻപാണെന്ന് ഓർക്കണം, വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ആരംഭകാലൊക്കെ എടുത്തില്ല, അത് ആ രീതിയിലേക്ക് പോയി. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അത് മാത്രമല്ല, അന്ന് അച്ഛനെ പുറത്താക്കുന്ന സമയത്ത് ഈ അമ്മ അസോസിയേഷൻ്റെ ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ മെമ്പേഴ്സും ഒരുമിച്ചിരുന്ന് വളരെ എക്സൈറ്റ്മെൻറ്റോടെ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്ന വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റ് ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ആരോപണ വിധേയരായ വ്യക്തികൾ, ഇപ്പോൾ രാജിവെച്ച വ്യക്തികൾക്കെതിരെ നടപടി എടുത്ത് അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു കമ്മിറ്റിയെങ്കിലും വിളിക്കണം. ഇപ്പൊ ഈ ശ്രീമതി സോണിയ മൽഹാർ കരയുന്നത് കണ്ടിട്ട് താങ്കൾക്കും വിഷമം വന്നെന്ന് പറഞ്ഞില്ലേ, അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. ഈ ഒരു വ്യക്തി ഇത്രയേറെ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉറങ്ങുന്ന എത്ര സ്ത്രീകളുടെ കണ്ണുനീരായിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് നടപടി ഉണ്ടാകും, ഇവരെ കേൾക്കാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ.